Hello friends, welcome to the channel. We will see a kutti PC speaker. ഒരു 300-350 റേഞ്ചിൽ വരുന്ന ഒരു കുട്ടി PC സ്പീക്കർ ആണ് and esports ന്റെയാണ് LED ലൈറ്റും കാര്യങ്ങളൊക്കെ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് GS170 എന്നൊരു മോഡലാണ് അതാണ് ബോക്സ് വരുന്നത് ഇത് നമുക്ക് 350 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൈസ് കിട്ടും ഇത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇനി പ്രൈം ഡേയ്സിൽ നമ്മൾ വരാൻ പോണം അപ്പോൾ അതിന് കുറച്ചുകൂടി കുറഞ്ഞു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതിന് MRP പറയുന്നത് 649 രൂപയാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പകുതി പ്രൈസിൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് USB board volume control options and 2 channel speaker RGB LED illumination connect with desktop PC and laptop laptop പിന്നെ 1 year വാറണ്ടി വരുന്നുണ്ട് 6 വാട്ടിന്റെ സ്പീക്കർ ആണ് നമുക്ക് വരുന്നത് 6 വാട്ടിന്റെ പവർ ഔട്ട്പുട്ട് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതാണ് ബോക്സ് അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് അൺബോക്സിംഗ് ആണല്ലോ ചെയ്ത് പരിചയപ്പെടാം സൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കാം അതിനു മുമ്പ് ചാനൽ പുതിയൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാൻ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ പോയി കണ്ടുനോക്കുക ഫോളോ ചെയ്യുക നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും നിങ്ങൾക്ക് അതിലും മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ കമന്റ് ചെയ്താൽ മതി നമ്മൾ എല്ലാ കമന്റും കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം നമ്മുടെ ആൻഡ് esports-ന്റെ നമ്മുടെ GS170 എന്ന് പറഞ്ഞ നമ്മുടെ PC സ്പീക്കർ ഭയങ്കര കുട്ടി സ്പീക്കറാണ് ട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ആൻഡ് esports-ന്റെ ബ്രാൻഡിംഗ് ഉണ്ട് പടം കൊടുത്തിട്ടുണ്ട് RGB ലൈറ്റിന്റെ പടം കൊടുത്തിട്ടുണ്ട് മൾട്ടി കളർ അതിന്റെ കൊടുത്തിട്ടുണ്ട് GS170 മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ മോഡൽ നെയിം എഴുതിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് അതിന്റെ സ്പെക്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ബാക്ക് സൈഡിൽ അതിന്റെ പ്രൈസിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതാ കണ്ടോ 6 വാട്ടിന്റെ സ്പീക്കറാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം സീൽഡ് ബോക്സ് ആണ് കണ്ടോ നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങളുടെ ലാപ്ടോപ്പിനൊക്കെ നിങ്ങളൊരു സാധനം നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ചാൽ മതിട്ടാ 350 രൂപയേ ഉള്ളൂ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും കിട്ടും എന്തായാലും ഞാൻ സൗണ്ട് ക്വാളിറ്റി കാണിച്ചു തരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് കണ്ടോ കേബിളിനൊക്കെ നല്ല ലെങ്ത് ഉണ്ട് നമുക്കൊരു ഈ USB എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ലൈറ്റ് പവർ ചെയ്യാൻ മാത്രം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി നമ്മുടെ 3.5mm ജാക്കും വരുന്നുണ്ട് നല്ല കുട്ടി സ്പീക്കർ ഇതാണ് നമ്മുടെ സ്പീക്കർ വന്നിട്ടുണ്ട് ഇത്ര ഉള്ളൂ കണ്ടു നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് വന്നിട്ടുണ്ട് യൂസർ മാനുവലും കാര്യങ്ങളും വന്നിട്ടുണ്ട് വാറണ്ടി കാർഡ് പിന്നെ ആൻസ്പോർട്ടിൻ്റെ എല്ലാത്തിനും കൂടെ കിട്ടാറുള്ള ഒരു കാർഡും വന്നിട്ടുണ്ട് കേട്ടോ വെൽക്കം ടു ആൻസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ മാറ്റാം ഇതിൻ്റെ ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈയിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ സ്പീക്കർ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഞാനത് നമ്മുടെ ഇതിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ ടാബിൽ ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം എന്താ വെച്ചാൽ നമ്മുടെ ടാബിൽ 3.5mm ജാക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ടാബിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ടാബിൽ ഞാൻ അവിടെ വെക്കുകയാണ് USB ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പവർ ചെയ്ത് ഒത്തിരി കാണിച്ചിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ USB പവർ ചെയ്യാൻ ജസ്റ്റ് നമ്മളൊരു നോർമൽ നമ്മുടെ പവർ ബാങ്ക് ഉപയോഗിച്ചാലും മതി USB പവർ ചെയ്യാൻ എന്താ വെച്ചാൽ നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ USB കുത്തണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ USB-ൽ കുത്തിയാൽ മതി അല്ലെങ്കിൽ ഒരു ആവശ്യമില്ല കണ്ടു ഇതാണ് ലൈറ്റ് വരുന്നത് ഇത് മൾട്ടി കളറാണ് ഇത് മാറിക്കൊണ്ടിരിക്കട്ടെ കണ്ടോ കളർ മാറിക്കണ്ടു ബിൽഡ് ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ബിൽഡ് ക്വാളിറ്റിയാണ് ലൈറ്റ് വെയിറ്റ് ആണ് വലിയ വെയിറ്റ് ഒന്നും ഇല്ല ജസ്റ്റ് ചുമ്മാ ഒരു പ്ലാസ്റ്റിക് പെട്ടിയുടെ വെയിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കിയാൽ നിങ്ങൾക്ക് അടുത്ത് കാണുമ്പോൾ കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഉണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല മെയ്ഡ് ഇൻ ചൈന തന്നെയായിരിക്കും ഇത് മെയ്ഡ് ഇൻ ചൈന തന്നെയാണ് കേട്ടോ റീബ്രാൻഡായിരിക്കും ഇവിടെ നമുക്കൊരു ക്ലിപ്പ് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്പീക്കറിൻ്റെ സ്പോഞ്ചിങ്ങെല്ലാം കാണാം അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഈ സൗണ്ട് ക്വാളിറ്റി സംഭവങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ടാബും കാര്യങ്ങളൊക്കെ ഒന്നിടത്തൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ടാബ് തുറന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ തന്നെ വെക്കാം എന്താ വെച്ചാൽ പാട്ടും കാര്യങ്ങളൊന്നും വെക്കാൻ ഒരു രക്ഷയില്ല അപ്പം തന്നെ ഒരു കോപ്പിറൈറ്റ് അടിച്ചു തരും അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ 3.5 ജാക്കിൽ ഞാൻ കുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മൈക്ക് ഇവിടെ വയ്ക്കാം നമുക്കൊരു അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിതിൽ USB പവർ നമ്മുടെ കീബോർഡിന് മാത്രം പക്ഷെ അത് ഈ മോഡലിൽ നമുക്ക് USB നമ്മുടെ പവറിൽ കുത്തണുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനം പവർ ആവുന്നുള്ളൂ അപ്പോൾ അതൊരു മിസ്റ്റേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ USB കുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം സംഭവം വർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട അത് രണ്ടിലും മൾട്ടി കളർ വേറെ വേറെ ലൈറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളൊരു വീഡിയോ എടുക്കാം അപ്പോൾ നമ്മുടെ ഒരു esports-ന്റെ തന്നെ ഒരു ഗെയിമിംഗ് RGB മൗസിന്റെ ഒരു വീഡിയോ നമ്മൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ അതാണ് സൗണ്ട് വരാൻ പോകുന്നത് ഒരു ഗെയിമിംഗ് മൗസ് ആണ് അതായത് നമുക്ക് വയർലെസ്ലി വയർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗെയിമിംഗ് മൗസ് ആണ് നമ്മുടെ ആൻഡ് esports എന്ന ബ്രാൻഡിന്റെ ഒരു എന്താ പറയുക GM700 എന്ന ഒരു മോഡലാണ് അപ്പോൾ ഇതാണ് അതിന്റെ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നത്
ഇത് നമുക്ക് ഇവിടെയും വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് ഒപ്പം ഒരു വോളിയം കൺട്രോൾ ഉണ്ട്. ഇതാണ് ഫുൾ സ്പീഡ്. ഇപ്പൊ ഞാൻ ഫുൾ സൗണ്ട് കാണിച്ചു തരാം. ഇതാണ് ഫുൾ സൗണ്ട്. സംഭവം തന്നെയാണ് ഇത്. നമുക്ക് 2.5 GHz വർക്ക് ചെയ്യുന്ന വയർലെസ് ഫീച്ചേഴ്സ് നമുക്ക് ഇടുന്നുണ്ട്. വയർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഡ്യുവൽ ഫീച്ചർ ഉള്ള ഒരു മൗസ് വേണമെങ്കിൽ പറയാം. പ്രൈസും കാര്യങ്ങളൊക്കെ കുറവാട്ടോ. MRP പുറത്തേക്ക് 2000 രൂപയ്ക്കാണ്. പക്ഷെ നമുക്കൊരു 1000-ന്റെ താഴെ 800-ന്റെ താഴെയൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. ഞാൻ ഇതിന്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്കിതില് എന്താ പറയാ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അത് പിന്നെ Type-C ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഭയങ്കര വോളിയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വോളിയം ഒന്നും ഞാൻ പറയില്ല. ചെറുതായിട്ട് അത്യാവശ്യം വോളിയം കുറവ് തന്നെയാണ് സത്യം പറഞ്ഞാൽ പറയുന്നത്. പക്ഷേ ഈ പ്രൈസ് 6 വാട്ടിൻ്റെ സ്പീക്കറാണ് അതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. പിന്നെ അത് നമ്മളെന്താ പറയുക ഒരു ബഡ്ജറ്റ് റേഞ്ചിലായിട്ട് വരുന്ന ഒരു സ്പീക്കറാണ്. അപ്പോൾ ഭയങ്കര വോളിയം ആവശ്യമുള്ളവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളൊരു ലാപ്ടോപ്പിനൊക്കെ ആയിട്ട് അത്യാവശ്യം ഉപയോഗിക്കാൻ വല്ല ടൈമിലൊക്കെ ഉപയോഗിക്കാൻ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെ സ്പീക്കർ വാങ്ങിക്കാം. എന്താ വെച്ചാൽ ഈ റേഞ്ചിൽ കിട്ടുന്ന ഈ 6 വാട്ടിൻ്റെ റേഞ്ചിൽ കിട്ടുന്ന നല്ല സ്പീക്കർ എന്ന് തന്നെ പറയാം. ഈ Esports GS170 നമുക്ക് വേറെ 𝗵𝗂𝗧𝗏 കിട്ടുന്നുണ്ട്. ഇതിനായിട്ടും അതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി ഭയങ്കര കുറവാണ്. കാരണം നമ്മളിപ്പോൾ ഈ റേഞ്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 350-ന്റെ റേഞ്ചിൽ നിങ്ങൾ PC സ്പീക്കർ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.